Hi friends, welcome to Hello Tech Malayalam. ഇന്ത്യയിൽ ആദ്യമായി 5G സെറ്റപ്പുള്ള സ്മാർട്ട് ഫോൺ കൊണ്ടുവന്നുള്ള ആ ഒരു പേര് റിയൽമി അങ്ങനെ ഫെബ്രുവരി 24-ാം തീയതി സ്വന്തമാക്കിയത്. 24-ാം തീയതി 2:30 ഉച്ചകഴിഞ്ഞ് 2:30 ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത് Realme X50 Pro. നമുക്കറിയാം Realme X50 എന്ന ഒരു 5G സ്മാർട്ട് ഫോൺ ആ ഒരു പ്രൈസിൽ റിയൽമിയിൽ നിന്ന് കിട്ടാവുന്ന നല്ല ബെസ്റ്റായ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. Realme X50 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരുമ്പോഴും തീർച്ചയായിട്ടും OnePlusനും ഒപ്പം തന്നെ സാംസങ്ങിനും ആപ്പിളിനൊക്കെ നല്ലൊരു വെല്ലുവിളി തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. 5G സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒപ്പം ഡ്യുവൽ സെൽഫി ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നേരെ വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ Realme X50 Pro എന്ന ഈ ഒരു 5G സെറ്റപ്പ് സ്മാർട്ട് ഫോണിന് മുമ്പാകെ നമ്മൾ കേട്ടുന്നതാണ് വിവോയുടെ IQ സീരീസ് സ്മാർട്ട് ഫോൺ ആകും ഇന്ത്യയിൽ ആദ്യമായിട്ട് 5G സെറ്റപ്പ് കൊണ്ടുവരിക എന്നുള്ളത്. എന്തായാലും ആ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്നത് വിവോയുടെ IQ സീരീസ് സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുന്നത് എന്തായാലും 25-ാം തീയതിയാണ്. അപ്പോൾ ഒരു ദിവസം മുമ്പ് തന്നെ റിയൽമി അവരുടെ 5G സെറ്റപ്പ് സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ കൊണ്ടുവന്ന് തരംഗം സൃഷ്ടിക്കാനുള്ള ആ ഒരു സെറ്റപ്പാണ് റിയൽമി അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്കിപ്പോൾ ലീക്കൗട്ടായിട്ട് കിട്ടുന്ന നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ ഭാഗം തന്നെ നമുക്ക് നോക്കാം. 90 Hz റിഫ്രഷ് റേറ്റോടുകൂടി വരുന്ന ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. 120 Hz ഡിസ്പ്ലേ സെറ്റപ്പ് ഒന്നും കിട്ടുന്നില്ല, ഒരു 90 Hz സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിലുണ്ടാകുക. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഇപ്പോൾ ഏറ്റവും ഹൈ എൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സറായ സ്നാപ്ഡ്രാഗണിൻ്റെ 865 എന്നുള്ള പ്രൊസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുക. 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് LPDDR5X റാമും ഒപ്പം തന്നെ UFS 3.0 എന്ന സ്റ്റോറേജ് സംവിധാനമാണ് കിട്ടുന്നത്. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ഫാസ്റ്റായ രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് റിയൽമി അവരുടെ X50 Pro എന്ന സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റായിട്ട് വരിക 12GB റാം 256 സ്റ്റോറേജ് സംവിധാനമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് 10 ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടും. ഒപ്പം തന്നെ റിയൽമി UIയും ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന സ്മാർട്ട് ഫോൺ കൂടിയാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഡ്യുവൽ മോഡ് 5G സെറ്റപ്പും കാര്യങ്ങളുണ്ട്, ഒപ്പം NFC കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. സാധാരണ ഈ ഒരു ഫ്ലാഷ് ലെവലിൽ സ്മാർട്ട് ഫോണിൽ വരാവുന്ന എല്ലാവിധ സെൻസറുകളും കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാവും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ മൊത്തം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഫ്രണ്ടിലും പുറകിലുമായിട്ട് 6 ക്യാമറകൾ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. റിയൽ സൈഡ് ക്യാമറ സെറ്റപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോണി IMX686 സെൻസറോട് കൂടിയ 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആവും ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്കുണ്ടാകുക. ബാക്കി ക്യാമറയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കൺഫേം അല്ല, അതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങൾ പറയാത്തത്. ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ അൾട്രാ വൈഡ് ആംഗിളോട് കിട്ടുന്ന ഒരു സെൽഫി ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. അതൊരു നമുക്ക് ഒരു ഡുവൽ പഞ്ച് ഹോളിനുള്ളതായിട്ടാണ് ഈ ഒരു ക്യാമറ സെറ്റപ്പ് നൽകിയിരിക്കുന്നത്. ഏകദേശം പോക്കോ X2 നമ്മൾ കണ്ട ആ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പ്, പക്ഷേ പോക്കോ X2 ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം പോക്കോ X2 ഒരു മിഡ് റേഞ്ച് ലെവലുള്ള സ്മാർട്ട് ഫോണാണ്. ഈ റിയൽമി X50 Pro എന്നൊരു സ്മാർട്ട് ഫോൺ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഒരുപാടധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഡിസൈൻ സെറ്റപ്പ് മാത്രമാണ് ഞാൻ ആ ഒരു ക്യാമറ സെറ്റപ്പിലൂടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല എങ്കിലും 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജിങ് സംവിധാനം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഏകദേശം മാക്സിമം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ 0 to 100 ആകാൻ പറ്റുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ്. ഒപ്പം ഈ ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇൻ ദ ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് കുറച്ച് കൺഫേം ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ ഇതിലൊക്കെ ഒരുപാടധികം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.